വലൈക്കും പ്രിയമുള്ളവരെ, ഞാൻ മുഹമ്മദ് ബഷീർ. ആധുനിക കാലത്ത് വാട്സാപ്പ്, ഫേസ്ബുക്ക് പോലെയുള്ള നവ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിലും മറു നാടുകളിലും നടക്കുന്ന നന്മയും തിന്മയും നിറഞ്ഞ ചെറുതും വലുതുമായ വാർത്തകൾ വളരെ പെട്ടെന്നാണ്, സെക്കൻഡുകൾ കൊണ്ടാണ് ലക്ഷോപലക്ഷം ആളുകളിലേക്ക് എത്തുന്നത്. പ്രവാസികളും പ്രവാസികളുടെ കുടുംബത്തെയും കുറിച്ച നല്ലതും ചീത്തതുമായ കാര്യങ്ങളും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഷെയർ ചെയ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചാ വിഷയമായിരുന്നു ഒരു പ്രവാസിയുടെ ഭാര്യ തൻ്റെ ഓമനത്വം തുളുമ്പുന്ന കുഞ്ഞിനെ കൈയൊഴിഞ്ഞുകൊണ്ട് മറ്റൊരാളോടൊപ്പം ഒളിച്ചോടിപ്പോയത്. ഇത്തരം തിന്മ നിറഞ്ഞ വാർത്തകൾ നാം വളരെ പെട്ടെന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിലൂടെ പ്രവാസികളായ മുഴുവൻ ആളുകളുടെയും ഭാര്യമാരെക്കുറിച്ച് ചിലർക്കെങ്കിലും മോശമായ അഭിപ്രായങ്ങളുണ്ടാകാൻ, പൊതുസമൂഹത്തിൽ അത് മോശമായ അഭിപ്രായങ്ങളുണ്ടാവാൻ പലപ്പോഴും നാം തന്നെ കാരണമാവാറുണ്ട്. എല്ലാ ആളുകളും, എല്ലാ സഹോദരിമാരും ഇത്തരത്തിലുള്ള ആളുകളല്ല. വർഷങ്ങളായി പ്രവാസി ജീവിതം നയിച്ച് ഒന്നുമില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന തൻ്റെ ഭർത്താവിനെ പോറ്റുന്നതിന് വേണ്ടി കൂലിവേല ചെയ്യുന്ന സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ ശമ്പളം ഒന്നിനും തികയില്ലെന്ന് മനസ്സിലാക്കി ട്യൂഷൻ എടുത്തുകൊണ്ടും കുട്ടികളെ പഠിപ്പിച്ചും ടൈലറിംഗ് ജോലി ചെയ്തും അലങ്കാര മത്സ്യങ്ങളെ വളർത്തിയും അലങ്കാര പക്ഷികളെ വളർത്തിയും മധുരപലഹാരങ്ങളുണ്ടാക്കി കുടുംബശ്രീയുടെ സ്റ്റാളുകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയും ജീവിക്കുന്ന ഒട്ടേറെ സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. യാത്രാരേഖകൾ ശരിയല്ലാത്തതിനാലും അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ട കേസുകളാലും വർഷങ്ങളായി 10-15 വർഷമായി ഗൾഫിലെത്തി നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഭർത്താവിനെ ഇപ്പോഴും നിറ കണ്ണുകളുമായി കാത്തിരിക്കുന്ന സമ്പത്തും യൗവനവും തുളുമ്പുന്ന യുവതികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. തൻ്റെ ഭർത്താവിന് വേണ്ടി 5 നേരവും ദുആ ചെയ്യുന്ന സൽസ്വഭാവികളായ ഭാര്യമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. തൻ്റെ ഭർത്താവിനോട് ഒരു പരാതി പോലും പറയാത്ത, എത്ര ബുദ്ധിമുട്ടുണ്ടായാലും എനിക്കിവിടെ സുഖമാണെന്നറിയിക്കുന്ന ഭാര്യമാരും നമ്മുടെ നാടുകളിലുണ്ട്. പിന്നെ എന്തിനാണ് മോശമായ കാര്യങ്ങൾ മാത്രം നാം പ്രചരിപ്പിക്കുകയും ഒരാൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ മുഴുവൻ ആളുകളെയും ക്രൂശിക്കുകയും ചെയ്യുന്നത്? പ്രവാസിയായ ഒരു മനുഷ്യൻ്റെ ഭാര്യയുടെ സങ്കടങ്ങൾ ആരാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരു പ്രവാസിയുടെ ഭാര്യയ്ക്ക് അവൻ്റെ ഭാര്യയുടെ ഡ്യൂട്ടി ചെയ്യണം, ഒരു ഭാര്യയുടെ ഡ്യൂട്ടി ചെയ്യണം, ഒരു മാതാവിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. അതോടൊപ്പം തന്നെ കുടുംബത്തിലെ ഗൃഹനാഥൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഡ്യൂട്ടിയും ചെയ്യേണ്ടതുണ്ട്. വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നതിന് പുറമെ കുട്ടികളെ നോക്കലും കുട്ടികളുടെ പഠനകാര്യങ്ങളും കുട്ടികളുടെ സ്കൂളുകളിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കലും പഞ്ചായത്തും വില്ലേജ് ഓഫീസും കറണ്ട് ഓഫീസും ടെലിഫോൺ ഓഫീസും എല്ലാ സ്ഥലങ്ങളിലും പോവേണ്ടത് പ്രവാസിയുടെ ഭാര്യ തന്നെയാണ്. ഒരു സ്ത്രീ ഒരു ദിവസം എടുക്കുന്ന ജോലിക്ക് നാം ശമ്പളം കണക്കാക്കുകയാണെങ്കിൽ നമ്മുടെ ശമ്പളമൊന്നും, അല്ലെങ്കിൽ അത് നമ്മൾക്കൊരിക്കലും അതിൻ്റെ മൂല്യം കണക്കാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് മാതൃകകളായ ഒട്ടേറെ ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ടായിരിക്കെ മോശങ്ങൾ മാത്രം ഷെയർ ചെയ്തുകൊണ്ടും മോശങ്ങൾ മാത്രം നാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടും പാവപ്പെട്ട എല്ലാ സഹോദരിമാരെയും ക്രൂശിക്കുന്നത് ഒരു നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ നമ്മെ നിറക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന വർഷങ്ങളായി പ്രവാസികളായ ആളുകളുണ്ട്. 5, 6, 7, 8 വർഷം കഴിയുമ്പോൾ നാട്ടിലേക്ക് പോകുന്ന ആളുകൾ, അവരെ ഇപ്പോഴും നിറക്കണ്ണുകളാി കാത്തിരിക്കുന്ന, നമ്മുടെ മക്കളെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി നോക്കുന്ന, യാതൊരാളെ കൊണ്ടും എന്നൊരു വാക്ക് പോലും പറയിപ്പിക്കാത്ത നമ്മുടെ ഭാര്യമാർക്കായി, നമ്മുടെ സഹോദരിമാർക്കായി ഭർത്താവുണ്ടായിട്ടും
വിധവകളെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന ആ പാവം സഹോദരിമാർക്കായി ഈ വീഡിയോ നമുക്ക് സമർപ്പിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.